നമ്മൾ ഇലക്ഷൻ ബസ്സിൻ്റെ പര്യടനം ഇപ്പോഴും നേമം മണ്ഡലത്തിൽ തന്നെയാണ്. നേമത്തെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് കാണേണ്ടതുണ്ട്. കെ എസ് ശബരിനാഥൻ. ഞങ്ങൾ കണ്ടപ്പോഴേ പറയായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നല്ലോ ഇത്രയും ചൂടത്ത്. അത് ഞാൻ രാവിലെ 6 മണിക്ക് ഇറങ്ങി, ഏകദേശം 100 വീട് കയറി. രാവിലെ 6 മണിക്ക് ഇറങ്ങി, അത് കഴിഞ്ഞ് 100 വീട് കയറി, അത് കഴിഞ്ഞ് വെള്ളായണി ക്ഷേത്രത്തിലെ പൊങ്കാലയിൽ പങ്കെടുത്ത് ഏകദേശം 5-6 മണിക്കൂർ ഫീൽഡിലായിട്ട് നിങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടി വന്ന് ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിച്ച് ഒന്ന് ഡ്രസ്സ് മാറിയത് അത്രേ ഉള്ളൂ. അല്ല, ഈ കേരളത്തിലെ ഇത്തവണത്തെ ഏറ്റവും ഹോട്ട് മണ്ഡലമായിട്ട് നിയമം മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ തവണ കെ മുരളീധരനാണ് മത്സരിച്ചത്. കഴിഞ്ഞ തവണ കെ മുരളീധരനാണ് BJP വിജയം തടഞ്ഞതെന്നാണ് കോൺഗ്രസും അവകാശപ്പെടുന്നത്. ഇത്തവണ എന്താണ് പർപ്പസ്? BJP വിജയം തടയുകയാണോ അതോ ജയിക്കുകയാണോ? എന്താണ്? വളരെ ക്ലിയർ ആണ്. എനിക്ക് അഭിലാഷിന്റെ ചിരി ഇഷ്ടപ്പെട്ടില്ല. BJP ജയം തടയുക, അതോടൊപ്പം UDF ഒന്നാമത് വരിക. ഞാനിത് വെറുതെ കയറി പറയുന്നൊരു കാര്യമില്ല. ഇലക്ഷൻ എന്ന കണക്കാണ്. അതൊരു ത്രികോണ പോരാട്ടമാകുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള കണക്കാണ്. ആ അരിത്മെറ്റിക് പഠിച്ചുകൊണ്ട് ആർക്കാണ് ഒരു വോട്ട് കൂടുതൽ കിട്ടുന്നത് അയാൾ ജയിക്കും. ഇത്തവണ ഇവിടെ ജയിക്കാൻ പോകുന്നത് UDF ആണ്. അതിന് കൃത്യമായിട്ടുള്ള കണക്കും അതിൻ്റെ അരിത്മെറ്റിക്കും അറിയാം. ആ അരിത്മെറ്റിക് അറിയാവുന്ന പല ആളുകളുമാണ് ഇപ്പോൾ ഒന്നല്പം വെപ്രാളപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നേമത്ത് സ്ഥാനാർത്ഥിയാവാൻ ശബരി ആഗ്രഹിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിച്ചിരുന്നില്ല അല്ലേ. അവസാന നിമിഷമാണ് ശബരി പോലും നേമത്തേക്ക് ഒരു വലിയ ഈ പറഞ്ഞതുപോലെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത്. അല്ലാതെ പൂർണ്ണമായും ശരിയല്ല. എന്നോട് ഇത്തരത്തിലുള്ള ഒരു നിയോഗം ഏറ്റെടുക്കാമെന്ന് ചോദിച്ചപ്പോൾ എന്നെ രാത്രി 2 മണിക്കാണ് വിളിക്കുന്നത്. ഞാനത് കുഴപ്പമില്ല എന്ന് തന്നെ പറഞ്ഞതാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ ഒരു ചീത്തപ്പേരുണ്ട് നേമത്തിന്. ഞാൻ എങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കാൻ വന്നത്? ഇവിടെ ഒരു ഫുൾ ചീത്തപ്പേരാണ്. കോൺഗ്രസ് കാരണം സീറ്റ് പോകുന്നു. അപ്പം എന്നിൽ അന്ന് കോർപ്പറേഷനിൽ ഏൽപ്പിച്ച ഒരു നിയോഗം അത് ഏകദേശം 8-9 സീറ്റിൽ നിന്ന് നമ്മൾ 20 സീറ്റിലേക്ക് എത്തി. ലോക്സഭാ ഇലക്ഷനിൽ 650 വോട്ടാണ് കവടിയാർ വാർഡിൽ BJPക്ക് ലീഡ്. അവിടെ നിന്ന് ഞാൻ 74 വോട്ട് വന്ന് അവിടെ വാർഡിൽ ജയിച്ചു. നമ്മൾ ബൈ ഇലക്ഷൻ നമ്മൾ ജയിച്ചു. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസ് ആണ്. കഴിഞ്ഞ 2 മാസമായി ഇത്രയധികം സമരങ്ങൾ ചെയ്തിട്ടുള്ള മറ്റൊരു പാർട്ടിയില്ല. CPM 3-ാം സ്ഥാനത്താണ് കോർപ്പറേഷൻ. ആ റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യായമായ പ്രതീക്ഷയുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ G. കാർത്തികേയൻ ദീർഘകാലം ആര്യനാട് പ്രതികരിച്ചു. പിന്നീട് അരുവിക്കര ആയപ്പോഴും അദ്ദേഹം MLA ആയി. അദ്ദേഹം അന്തരിച്ചതിന് ശേഷം ശബരി അവിടെ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. കഴിഞ്ഞ ഒറ്റ തവണയെ തോറ്റിട്ടുള്ളൂ. അപ്പോൾ ന്യായമായും ഒരവസരം അവിടെ തരിക എന്നുള്ളതല്ലേ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സത്യത്തിൽ അതൊരു നാച്ചുറൽ ജസ്റ്റിസ് അല്ലേ? അല്ല, ഞാൻ രാഷ്ട്രീയത്തെ കാണുന്നത് അങ്ങനെയല്ല. ഈ ഒരു പ്രായത്തിൽ ഈ ഒരു എനർജിയുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അരുവിക്കര പോയാൽ 100% ഞാൻ അവിടെ വിജയിക്കും. അവിടെ ഇപ്പോഴുമുള്ള സ്ഥാനാർത്ഥി വിജയിക്കും. പക്ഷേ ഇത്രയധികം ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ ഒരു ശബരിനാഥനോടല്ലേ നേമത്ത് പോകണമെന്ന് പറഞ്ഞത്? സ്റ്റാർ വാർ അങ്ങനെയല്ല. അങ്ങനെ എൻ്റെ പാർട്ടി ഇത്രയും ആളുകളും ഒക്കെ ഉള്ളപ്പോഴും എന്നോട് പറഞ്ഞപ്പോൾ എനിക്കതൊരു അഭിമാനം തന്നെയാണ്. നേമത്ത് അരിത്മെറ്റിക്സിലാണ് ശബരി വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് നേമത്തെ ഒരു കണക്ക് നോക്കിയാൽ LDFനെ, അത് കഴിഞ്ഞ് BJP, പിന്നെ ഈ എന്താ പറയുക, കണക്ക് അത്ര അനുകൂലമാണോ സത്യത്തിൽ നേമത്ത്? നമ്മൾ ഈ കണക്ക് പ്രത്യക്ഷമായി കാണുന്ന കണക്കല്ല. 15 ദിവസം വന്ന് അവസാനം വന്ന ശ്രീ കെ മുരളീധരൻ ഒന്ന് ഓട്ടപ്രദർശനം നടത്തിയപ്പോൾ 35,000 വോട്ട് കിട്ടി. അന്ന് BJPക്ക് 50,000 വോട്ട്, LDFന് 55,000 വോട്ട്. ഇത്തവണ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സംഘടനാ സംവിധാനം ഭേദപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ വിജയിക്കാനുള്ള വോട്ട് UDF ഉണ്ടാക്കും. അത് പറയാൻ ഞാൻ പല കാരണങ്ങളുമുണ്ട്. കഴിഞ്ഞ തവണ CPMന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ്, പ്രത്യേകിച്ച് കോവിഡും മറ്റു കാര്യങ്ങളും, അത് കഴിഞ്ഞ് ഇവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ വലിയൊരു ഭീതി ഉണ്ടാക്കി ഇടതുപക്ഷത്തിന് കേരളത്തിൽ മൈനോറിറ്റി വോട്ടിനൊരു കൺസോൾട്ടേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ മൈനോറിറ്റി വോട്ട് കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായി ഉണ്ടാവുമോ? ഇത്തവണ മൈനോറിറ്റി വോട്ട് കൺസോൾട്ടേഷനും ഞാൻ പറയുന്നു, നിയമം ഉൾപ്പെടെ ഈ സോ കോൾഡ് മെജോറിറ്റി വോട്ടും ശബരിനാഥിന് വരും. മൈനോറിറ്റി വോട്ടും മെജോറിറ്റി വോട്ടും സാധാരണ ആളുകളുടെ വോട്ടും. ഞാൻ ഈ നാട്ടിലുള്ള ആളാണ്. ഞാൻ തിരുവനന്തപുരം കോളേജിൽ പഠിച്ച് ഡൽഹിയിൽ പോയി, ബോംബെയിൽ പോയി, നല്ല വിദ്യാഭ്യാസവും ശ്രീ രത്തൻലാറ്റയോടൊപ്പം ജോലി ചെയ്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ തനി തിരുവനന്തപുരത്തുകാരനാണ്. ശ്രീജയ്ക്ക് ചോദിച്ചാൽ അറിയാം. വളരെ സാധാരണക്കാരനായി നാട്ടിൽ ഓടി നടക്കുന്ന ഒരുത്തരാണ്. അങ്ങനെയുള്ള ഒരാൾ കോർപ്പറേഷനിൽ വിജയിച്ച കോർപ്പറേഷൻ കൗൺസിലറായ ഒരാൾ ഏതൊരാവശ്യത്തിനും ഒരു വെളിപ്പാടകരെ ഓടിയെത്താനുള്ള ദൈവം സഹായിച്ചുള്ള ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഒരാളെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതിൽ മെജോറിറ്റി മൈനോറിറ്റി വീട്ടിലെ ഒരാളെന്നൊരു ഫീലിംഗ് ഇവിടെ ആൾക്കാർക്കുണ്ട്. എനിക്ക് അതിലൊരു വലിയ വിശ്വാസമുണ്ട്. ഞാൻ എവിടെ ചെന്നാലും പിന്നെ എനിക്കുള്ളൊരു ഗുഡ് വില്ലുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഗുഡ് വില്ലുണ്ട്, എൻ്റെ അമ്മയുടെ ഗുഡ് വില്ലുണ്ട്, എൻ്റെ വൈഫിൻ്റെ ഗുഡ് വില്ലുണ്ട്. തുറന്നു പറയുകയാണ്. അത് പറഞ്ഞെനിക്കൊരു തെറ്റുമില്ല. ഇപ്പം നിയമ മണ്ഡലത്തിൽ തിരുമല ഭാഗം, പണ്ട് അച്ഛൻ തിരുവനന്തപുരം നോർത്തിൽ MLA ആയിരുന്നപ്പോൾ ഉള്ള സ്ഥലമാണ്. എൻ്റെ അമ്മ കരമന NSS കോളേജിൽ 10-25 വർഷം പഠിപ്പിച്ച് പ്രിൻസിപ്പളായിരുന്ന ഒരാളാണ് ഞാൻ. തിരുവനന്തപുരത്ത് എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ ബന്ധങ്ങൾ, ഇവിടെ ഇപ്പോഴുള്ള ബന്ധങ്ങൾ. അപ്പം
ആർക്കും മറ്റ് അഴിമതിയോ മറ്റു കുറ്റമോ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നിയമത്ത് പോവുകയാണ്. അതിന് ഞാനൊരു വോട്ടല്ല, അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിൽ നിയമം ജയിക്കും. പ്ലസ് നമ്മൾ UDF ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയം, ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുന്ന CPM-ഉം BJP-യും എല്ലാം കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന UDF-ൻ്റെ നയങ്ങൾ, പ്ലസ് നമ്മൾ പറയുന്ന പ്രോഗ്രസീവ് കാര്യങ്ങൾ, ഇതെല്ലാം ചേർത്ത് ആ അരിത്മെറ്റിക്കലി 3-4 സംഗതികളുണ്ട്.